നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് ഈ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സാണ് കണ്ടത്. അത് എന്തൊക്കെയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എമോളിമെൻറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്, development of languages, equalization of educational opportunities, identification of talent, work experiences in national service, science education and research, education for agriculture and industry, production of books, examination, secondary education. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്. അപ്പം ടീച്ചേഴ്സിന് അവരുടെ സ്റ്റാറ്റസ്, അവരുടെ എമ്യൂളിമെൻറ്റ്സ്, അവരുടെ എഡ്യൂക്കേഷൻ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ്, റീജിയണൽ ലാംഗ്വേജസിൻ്റെ ഇമ്പോർട്ടൻസ്, ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാവർക്കും ഒരേപോലെ ഈക്വലൈസേഷൻ, ഇക്വാലിറ്റി വേണം, ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വേണം, നാഷണൽ സർവീസ്, NSS പോലുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു, വർക്ക് എക്സ്പീരിയൻസ്, സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് ഇമ്പോർട്ടൻസ്, പിന്നെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അതിനൊക്കെയുള്ള സെപ്പറേറ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം, അതെല്ലാം പറഞ്ഞു. പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് പ്രൊഡക്ഷനെ പറ്റിയിട്ട്, എക്സാമിനേഷൻസ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു. അടുത്ത റെക്കമെൻഡേഷൻ നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള അടുത്ത റെക്കമെൻഡേഷനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എങ്ങനെയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് അക്കോർഡിംഗ് ടു ദ ലാബ്, ലൈബ്രറി ആൻഡ് അതർ ഫെസിലിറ്റീസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റാഫ് എന്ന്. ഓരോ യൂണിവേഴ്സിറ്റീസിലും അഡ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള പോലെ കുറേ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ലാബ്, ലൈബ്രറി ആൻഡ് അതർ ഫെസിലിറ്റീസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റാഫ്. ആ യൂണിവേഴ്സിറ്റിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, എത്ര ലാബ് ഉണ്ട്, എത്ര ലൈബ്രറി ഉണ്ട്, എത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടായിരിക്കണം കുട്ടികൾ എത്ര അഡ്മിഷൻ എടുക്കണമെന്നുള്ള എണ്ണം ഫിക്സ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ന്യൂ യൂണിവേഴ്സിറ്റി ഷുഡ് ബി ഓപ്പൺ ഓൺലി ആഫ്റ്റർ അഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ്. അത് പുതിയ യൂണിവേഴ്സിറ്റീസ് തുടങ്ങുമ്പോൾ അഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്, ആവശ്യത്തിന് ഫണ്ടൊക്കെ വന്നതിന് ശേഷം പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങാവുള്ളൂ. ഓൾസോ ഇറ്റ് ഷുഡ് എൻഷുർ ലൈക്ക് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് ഷുഡ് മെയിൻറ്റെയിൻ പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്. യൂണിവേഴ്സിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുതിയ യൂണിവേഴ്സിറ്റീസ് തുടങ്ങാവുള്ളൂ. സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ഓർഗനൈസേഷൻ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ആൻഡ് ടു ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ PG കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം ടു ദ ഓർഗനൈസേഷൻ ഓഫ് PG കോഴ്സസ്. PG കോഴ്സസിന് ഓർഗനൈസേഷന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആൻഡ് ടു ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് അറ്റ് ദിസ് ലെവൽ. ഈ ഒരു ലെവലിൽ PG ലെവലിൽ ആ ഒരു ട്രെയിനിങ്ങിൻ്റെയും റിസർച്ചിൻ്റെയും ഒക്കെ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റ് ചെയ്യേണ്ടത് ഡിപ്പെൻഡ്സ് അപ്പോൺ അക്കോർഡിംഗ് ടു ദ സ്റ്റാഫ്, അതേപോലെ തന്നെ ലാബ്, ലൈബ്രറി ആൻഡ് അതർ ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം. പുതിയ യൂണിവേഴ്സിറ്റീസ് എപ്പോഴും അഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് ഒക്കെ വന്നതിന് ശേഷം തുടങ്ങുക. അതേപോലെ തന്നെ എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിന് അതിന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, അതിൻ്റെ ഓർഗനൈസേഷൻ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആൻഡ് ടു ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് അറ്റ് ദിസ് ലെവൽ. ഈ ലെവലിൽ ട്രെയിനിങ്ങിൻ്റെ റിസർച്ചിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. അതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ പറയുന്നത്. ഇനി പാർട്ട് ടൈം എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സസ്. ഇനി ഇതിനകത്ത് പാർട്ട് ടൈം എഡ്യൂക്കേഷനെ പറ്റിയും കറസ്പോണ്ടൻസ് കോഴ്സസിനെ പറ്റിയും പറയുന്നുണ്ട്. ഒരുപാട് പാർട്ട് ടൈം കോഴ്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ. സോ ഇവിടെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ആൻഡ് കറസ്പോണ്ടൻസ് കോഴ്സസ് ഷുഡ് ബി ഡെവലപ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ അറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേജ്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു വലിയ സ്കെയിലിൽ തന്നെ എന്ത് വേണം, പാർട്ട് ടൈം എഡ്യൂക്കേഷനും കറസ്പോണ്ടൻസ് കോഴ്സസും വേണം. Such facilities should also be developed for secondary school students, for teachers and for agriculture, industrial and other workers. Secondary school students, teachers, agriculture and industrial and other workers ഒക്കെ എന്ത് കൊണ്ടുവരണം, ഇത് തന്നെ കൊണ്ടുവരണം, ഇവിടെയും കൊണ്ടുവരണം, സെക്കൻഡറി തലത്തിലും കൊണ്ടുവരണം, എന്ത് പാർട്ട് ടൈം എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സസും കൊണ്ടുവരണമെന്ന്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഗിവൺ ദ സെയിം സ്റ്റാറ്റസ് ആസ് ഫുൾ ടൈം എഡ്യൂക്കേഷൻ. ഫുൾ ടൈം എഡ്യൂക്കേഷൻ കൊടുക്കണം, അതേ സ്റ്റാറ്റസ് എന്തിനു കൊടുക്കണം, ഈ പാർട്ട് ടൈം എഡ്യൂക്കേഷനും കൊടുക്കണം. Such facilities will provide opportunities to the large number of people who have decided to educate. ഇങ്ങനെ പാർട്ട് ടൈം ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കുന്നു. അപ്പം NEP 1968 പാർട്ട് ടൈം എഡ്യൂക്കേഷനെ പറ്റി, കറസ്പോണ്ടൻസ് കോഴ്സസിനെ പറ്റി എന്താ പറഞ്ഞത്, ഒരുപാട് നമ്പേഴ്സ് പാർട്ട് ടൈം എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സസ് വേണം, ഒരു ലാർജ് സ്കെയിലിൽ തന്നെ വേണം, സെക്കൻഡറി തലത്തിലും വേണം. ഇപ്പം എഡ്യൂക്കേറ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതേപോലെ ഫുൾ ടൈം കോഴ്സിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെ ഈ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സസ് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. സ്പ്രെഡ് ഓഫ് ലിറ്ററസി ആൻഡ് അഡൽട്ട് എഡ്യൂക്കേഷൻ. Programs developed for the education of illiterates at mass level
for better development of country and for accelerating the production in industries and agriculture. രാജ്യത്തിൻ്റെ ബെറ്റർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ആക്സിലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ഇല്ലിറ്ററേറ്ററായ ആളുകൾക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു NEP 1968 രാജ്യത്തിലാകമാനം നിരക്ഷരരായിട്ടുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലിറ്ററസി സ്പ്രെഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് മാസ് ലെവലിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം. എന്തിനാ? രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചറിൽ പ്രൊഡക്ഷൻ ആക്സിലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. Teachers and students should be actively involved in organizing literary campaigns. കുട്ടികളും ടീച്ചേഴ്സും ഒരുപോലെ ഇൻവോൾവ് ആയിരിക്കണം അവർ ഈ ലിറ്ററസി ക്യാമ്പയിന് വേണ്ടിയിട്ട്. ലിറ്ററസി ക്യാമ്പയിൻ ഒക്കെ നടത്തി മാക്സിമം ആളുകളെ സാക്ഷരരാക്കുക എന്നുള്ളൊരു കാര്യം NEP 1968 പറയുന്നു. Games and sports that should be developed on a large scale with the objective of improving the physical fitness and sportsmanship of the average student as well as those who excel in this department. അപ്പോൾ സ്പോർട്സിന് ഗെയിംസിനും നല്ല രീതിയിൽ മാസ് ലെവലിൽ ലാർജ് സ്കെയിലിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തിനാണ്? ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യണം. ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ആ ഒരു സ്പോർട്സ്മാൻഷിപ്പ് അവരിൽ വളർത്താനും അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ സ്പോർട്സ്മാൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിലൊക്കെ ആവറേജ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇതിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ് അല്ലേ. അപ്പം ഗെയിംസ് ആൻഡ് സ്പോർട്സിനെയൊക്കെ ലാർജ് സ്കെയിലിൽ തന്നെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം എന്ന് ഇതിൽ പറയുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കുന്ന നമ്പേഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത്, ലാബ്, ലൈബ്രറി ആൻഡ് അതർ ഫെസിലിറ്റീസ്, സ്റ്റാഫിനെയൊക്കെ നോക്കിയിട്ട് പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങണമെങ്കിൽ അഡിക്കേറ്റ് ഫണ്ടൊക്കെ വരട്ടെ എന്നിട്ട് വേണം. അതുപോലെ PG കോഴ്സസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് കോഴ്സസും കൊണ്ടുവന്നാൽ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫുൾ ടൈം കോഴ്സിന് അതേ സ്റ്റാറ്റസ് കൊടുക്കണം, സെക്കൻഡറി തലത്തിൽ കൊണ്ടുവരണം. പിന്നെ ലിറ്ററസി എല്ലാത്തേക്ക് സ്പ്രെഡ് ചെയ്യണം. ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ലിറ്ററസി ക്യാമ്പയിൻസിലൊക്കെ പങ്കെടുക്കണം. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാക്സിമം ലിറ്ററസി സ്പ്രെഡ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരണം. ഗെയിംസ്, സ്പോർട്സ്, ഫിസിക്കൽ ഫിറ്റ്നസ്സിന്, സ്പോർട്സ്മാൻഷിപ്പിന് വേണ്ടിയിട്ട്, പിന്നെ ഇതിൽ താല്പര്യമുള്ളവർക്കും പിന്നെ ആവറേജ് നിൽക്കുന്നവർക്കും എല്ലാം ഒരേപോലെ മുന്നോട്ട് വരാനായിട്ട് ലാർജ് സ്കെയിലിൽ ഗെയിംസും സ്പോർട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു NEP 1968 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്? സ്റ്റാർട്ടസ് എമോളിമെൻറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്, development of languages, equalization of educational opportunities, identification of talent, work experience in national service, science education and research, education for agriculture and industry, production of books, examination, secondary education, university education, part-time education, correspondence courses, spread of literacy and adult education, games and sports. ഇനി നോക്കുന്നത് എഡ്യൂക്കേഷൻ ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം. ഇപ്പം മൈനോറിറ്റീസിന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണമെന്ന് എപ്പോഴും പറയുമല്ലോ. സോ ഇവിടെ പറഞ്ഞത് നോട്ട് ഓൺലി ടു പ്രൊട്ടക്ട് ദ മൈനോറിറ്റീസ് റൈറ്റ് ബട്ട് ഓൾസോ ടു പ്രൊമോട്ട് ദർ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റസ്. മൈനോറിറ്റീസിൻ്റെ ഒരു അവരുടെ അവകാശങ്ങൾ കൺസിഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് മാത്രമല്ല കൺസിഡർ ചെയ്തത് അവരുടെ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ്, അവരുടെ വിദ്യാഭ്യാസപരമായ താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. ആ സജസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ കോൺഫറൻസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ മിനിസ്റ്റേഴ്സ് held in August 1961. ഓഗസ്റ്റ് 1961 ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സും സെൻട്രൽ മിനിസ്റ്റേഴ്സും കൂടെ ചേർന്നിട്ട് നടത്തിയ ആ കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസത്തിനും സംരക്ഷണം കൊടുക്കണം. അതാണ് ഇതിൽ മറ്റൊരു ഫീച്ചർ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി ദ ലാസ്റ്റ് വൺ, ദ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ. എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനെ പറ്റി എന്താ പറയുന്നത്? NEP 1968 പറയുന്നത് ഇറ്റ് വിൽ ബി അഡ്വാൻറ്റേജസ് ടു ഹാവ് എ ബ്രോഡ്ലി യൂണിഫോം എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രോഡ്ലി യൂണിഫോം ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ടു അഡോപ്റ്റ് ദ 10+2+3 പാറ്റേൺ. അത് കോത്താരി കമ്മീഷന് ശേഷം വരുന്നതാണ് NEP. അപ്പോൾ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോത്താരി കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്യണേ 10+2+3 എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നയം പറയുന്നത്. അപ്പോൾ അത് രാജ്യത്തിനാകമാനം ഒരേപോലെ ആണെങ്കിൽ ദാറ്റ് ഈസ് മോർ, അത് കുറേ കൂടെ അഡ്വാൻറ്റേജസ് ആണ്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 10+2+3 പാറ്റേൺ. The higher secondary stage of 2 years being located in schools, colleges or both according to the local conditions. അപ്പോൾ 10+2+3 ഓക്കെ. അപ്പോൾ അതിൽ ഈ ഹയർ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് അത് സ്കൂളിൻ്റെ അണ്ടറിൽ സ്കൂൾ തലത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് കോളേജ് തലത്തിൽ കൊണ്ടുവരാം.
അത് അക്കോർഡിംഗ് ടു ദ ലോക്കൽ കണ്ടീഷൻസ്. ആ ലോക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ട് അത് ഒന്നല്ലെങ്കിൽ സ്കൂളിൻ്റെ പാർട്ടാക്കാം അല്ലെങ്കിൽ കോളേജിൻ്റെ പാർട്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 10+2+3 പോലെ രാജ്യത്തിനാകമാനം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരിക, ഈ 10+2+3 സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് NEP 1968 പറയുന്നത്. എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. സ്റ്റാറ്റസ്, എമോളുമെന്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്, ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജസ്, equalization of educational opportunities, then identification of talent, work experience and national service, science education and research, education of agriculture and industry, production of books, examination, secondary education, university education, part-time education, correspondence course, spread of literacy and adult education, games and sports, education of minorities, and last one, the educational structure. Okay, അപ്പോൾ 1968 ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഹൈലൈറ്റ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ്, ലോങ് ടേം കോഴ്സ് നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു ഓൺലൈൻ കോച്ചിങ് ചെയ്യണം, ഓൺലൈൻ കോച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നറിയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരയ്ക്കും.